ആര്യങ്കാവിലെ കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനൽ അവഗണനയിൽ. 15 വർഷം മുമ്പാണ് ഇവിടെ അന്തർ സംസ്ഥാന ടെർമിനലായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അന്നത്തെ ഗതാഗത മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇതിനാവശ്യമായ സ്ഥലവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ആര്യങ്കാവ് പഞ്ചായത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ 14 ഓർഡിനറി ബസ്സുകളും 6 ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ഉണ്ടായിരുന്നു. ഓർഡിനറികൾ പുനലൂർ, കൊട്ടാരക്കരയും കൂടാതെ മലയോര തോട്ടം മേഖലകളിലേക്കുമുള്ളതായിരുന്നു. ഇവിടെ നിന്നുമുണ്ടായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, മൺട്രോത്തുരുത്ത് എന്നീ സർവീസുകൾ നല്ല വരുമാനവും ഉണ്ടായിരുന്നു. പിന്നീട് ഓർഡിനറി 9ആയും ഫാസ്റ്റ് പാസഞ്ചർ 2ആയും സർവീസുകൾ വെട്ടിക്കുറച്ചു. നല്ല വരുമാനമുണ്ടായിരുന്ന സർവീസുകളാണ് നിർത്തലാക്കിയത്. നിലവിൽ മലയോര തോട്ടം മേഖലയിലേക്കുള്ള ഓർഡിനറികളും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളുമേ ഉള്ളൂ. സർവീസുകൾ കുറഞ്ഞ് വരുമാനം താഴ്ന്നതോടെ മറ്റ് നിലകളിലുള്ള അവഗണനയും ഈ ഡിപ്പോ നേരിടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പ് നിർത്തലാക്കി വാൻ ഉൾപ്പെടെ കൊട്ടാരക്കര ഡിപ്പോയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ ബസ് തകരാറിലായാൽ നിലവിൽ പുനലൂരിൽ നിന്നോ കൊട്ടാരക്കരയിൽ നിന്നോ വർക്ക്ഷോപ്പ് ജീവനക്കാർ എത്തേണ്ട അവസ്ഥയുമാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് രാവിലെ ആര്യങ്കാവിൽ നിന്നും 7 മണിക്ക് പുനലൂരിലേക്കുണ്ടായിരുന്ന ഓർഡിനറി ബസ് എഞ്ചിൻ തകരാർ കാരണം നിർത്തിയിട്ട് 2 മാസമായി. ഇതുകാരണം ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ രാവിലെ പുനലൂർ മേഖലയിലുള്ള സ്കൂളുകളിലേക്ക് എത്തുന്നതിനും പുനലൂർ മേഖലയിൽ നിന്നും ആര്യങ്കാവ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തുന്നതിനും സാധിക്കാത്ത സ്ഥിതിയാണ്. വരുമാനം ലഭിച്ചിരുന്ന പുനലൂർ അലിമുക്ക് അച്ചൻകോവിൽ സ്റ്റേ ബസ്സും നിർത്തലാക്കിയതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഡിപ്പോയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കാരണം 50ഓളം വരുന്ന ജീവനക്കാർക്ക് വിശ്രമമുറികൾ പോലുമില്ല. നിർത്തലാക്കിയ ഫാസ്റ്റ് ഉൾപ്പെടെ പുനരാരംഭിച്ച് പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയാലേ ഡിപ്പോയുടെ നിലനിൽപ്പ് സാധ്യമാകൂ. ഗതാഗത മന്ത്രി ഇടപെട്ട് ഡിപ്പോയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.